ഇപ്പോൾ BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അജയ്കുമാർ, തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ വാക്ക് തർക്കത്തിൽ ഇപ്പോൾ KSRTC ഡ്രൈവറായ യദുവിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ KSRTC വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാജി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ഒരു നടപടിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ നടപടി ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത നടപടിയാണ്. കാരണം അദ്ദേഹം ഒരു സാധാരണപ്പെട്ട ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ നിസ്സഹായ അവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായിട്ടാണ് ഇത് കാണുന്നത്. കാരണം ഇത് KSRTCയുടെ മുഴുവൻ തൊഴിലാളികളെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് എംപ്ലോയീസ് സംഘ് കാണുന്നത്. കാരണം കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലുള്ള ഇത്തരം നടപടികൾ അത് ഈ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ വലിയ ഒരു എതിർപ്പ് ഇന്നലെ തന്നെ ഉണ്ടായതാണ്. പക്ഷേ ഇപ്പോ ഒരു രാഷ്ട്രീയ ഹുങ്ക്, ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ രാഷ്ട്രീയ ഹുങ്കിന്റെയും അതുപോലെ തന്നെ ഈ അധികാരത്തിന്റെ ദുർവിനിയോഗം കൂടെയായിട്ടാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് നീതി നിഷേധമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആദ്യം പറഞ്ഞു അദ്ദേഹം സൈഡ് കൊടുത്തില്ല എന്ന്, ഇപ്പോ പറയുന്നു അയാള് ലൈംഗിക ചേഷ്ടയോടുള്ള ആംഗ്യം കാണിച്ചു വന്നു. എങ്ങനെയാണ് ഒരു KSRTC ബസ്സിൽ, ഇത്രയും പൊക്കത്തിലുള്ള ഒരു ബസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു ജീവനക്കാരൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഞാനും KSRTCയിലെ ഒരു ഡ്രൈവറാണ്. കാരണം ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾക്ക് അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്നത് KSRTC മാനേജ്മെന്റിനും ഭൂഷണമല്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റിനും ഇത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ശ്രീ അജയ്കുമാർ, ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇപ്പോൾ മേയറുടെ പരാതിയിൽ ഉടനടി തന്നെ നടപടിയെടുത്തു പോലീസ്. പക്ഷേ ഡ്രൈവറും അതുപോലൊരു പരാതി നൽകിയിരുന്നു. കാരണം സർവീസ് മുടക്കുക, നടു റോഡിൽ മറ്റൊരു വാഹനം, ഇവരുടെ വാഹനം കൊണ്ട് KSRTC ബസ്സിന് കുറുകെയിട്ട് ഗതാഗത തടസ്സം സൃഷ്ടിക്കുക, അതുമൂലം ആ പ്രദേശത്തെ റോഡിലെല്ലാം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുത്തുക, ഇതിനൊക്കെ എതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായും ഇത് ഈ ബസ്സിലെ ഡ്രൈവറെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കാറിന്റെ ഡ്രൈവറെയും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇവിടെ ഇരട്ട നീതിയാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഫാസിസമാണ് ഇവിടെ നമ്മൾ തുറന്നു കാണിക്കുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി വാദോരാതെ പ്രസംഗിക്കുന്ന KSRTCയിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പോലും ഈ വിഷയത്തിൽ നിസ്സംഗത പാലിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് തൊഴിലാളികൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, സംഘടനകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കണമെന്നാണ് എംപ്ലോയീസ് സംഘ് പറയാനുള്ളത്. എംപ്ലോയീസ് സംഘ് ആ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ശ്രീ അജയ്കുമാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. വളരെ നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ഡ്രൈവറോടാണ് ഒരു MLAയും മേയറും ഈ രീതിയിൽ പെരുമാറുന്നത്. തുടർന്ന് ആ അധികാരത്തിന്റെ ധാർഷ്ട്യം അവർ കാണിക്കുന്നുമുണ്ട്. എന്തായാലും ഇത് മറ്റ് ജീവനക്കാരുടെ കൂടെ മാനസിക നില തകർക്കുന്ന തരത്തിലല്ലേ ഈ പെരുമാറ്റവും നടപടികളും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കുക? 100% ശരിയാണ്. ഞങ്ങളിതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല. ഞങ്ങൾ ആ ജീവനക്കാരനൊപ്പമാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് അയാൾക്കുണ്ടാകും. അയാൾ കൊടുത്ത കേസ്, പോലീസ് ഇപ്പോൾ പറയുന്നത് അയാൾ കൊടുത്ത കേസിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. പോലീസ് എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിൽ നീതിപീഠമല്ല, പക്ഷെ നീതി നടപ്പിലാക്കേണ്ട ഒരു ചാനലാണ്. ആ നീതി നടപ്പിലാക്കേണ്ട ഒരു ചാനൽ ഒരാളൊരു പരാതി കൊടുത്താൽ ആ പരാതി സ്വീകരിച്ച് അന്വേഷിക്കേണ്ടതിന് പകരം പോലീസും ഈ രാഷ്ട്രീയ ചട്ടുകമായി ഇപ്പൊ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമായിട്ടാണ് എംപ്ലോയീസ് സംഘടന കാണുന്നത്. ഇത് ഒരു ജീവനക്കാരന്റെ വിഷയമല്ല. ഇത് KSRTC, അതായത് പൊതുസമൂഹത്തിന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, മഞ്ഞെന്നോ മഴയെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന KSRTC ജീവനക്കാരന്റെ ആ ആത്മവീര്യം തകർക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഈ യദു എന്ന് പറയുന്ന ഡ്രൈവറെ പുറത്താക്കിയതിലൂടെ എംപ്ലോയീസ് സംഘ് കാണുന്നത്. അതെ, വളരെ നന്ദി ശ്രീ അജയ്കുമാർ പ്രതികരിച്ചതിന്. തിരുവനന്തപുരം മേയറുമായുള്ള തർക്കത്തിൽ പ്രതികാര നടപടിയുമായി KSRTC യദുവിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ KSRTC വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നൽകി. തമ്പാനൂർ ATO മുഹമ്മദ് ബഷീറിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.